ധാരാളം ആളുകൾ ജീവിച്ചിരുന്ന ധാരാളം ആളുകൾ ഇന്ന് ഭൂമിയുടെ മുഖത്തില്ല. അനേകർ ICU വാർഡിലും ക്യാൻസർ വാർഡിലും അഡ്മിറ്റ് ആയിരിക്കുന്നു. അനേകർ വെന്റിലേറ്ററിൽ കിടക്കുന്നു. അനേക കുഞ്ഞുങ്ങൾക്ക് മാതാപിതാക്കളെ നഷ്ടപ്പെട്ടു. അനേക ഭാര്യമാർക്ക് ഭർത്താക്കന്മാരെ നഷ്ടപ്പെട്ടു. അനേകർക്ക് അനേക നഷ്ടങ്ങളും കഷ്ടങ്ങളും വന്നു. എന്നാൽ ആയുസ്സോടും ആരോഗ്യത്തോടും ഇന്ന് രാത്രിക്കാലം കടന്നു വരുവാൻ നമുക്ക് ബലം നൽകിയ ദൈവത്തിന് ശക്തിയോടുകൂടെ ഏറ്റവും ഉയർന്ന ശബ്ദത്തിൽ കരങ്ങൾ അടിച്ച് ദൈവത്തിന് നന്ദി, കരങ്ങൾ തട്ടി വളരെ ശക്തമായി ഒരു ആത്മീയ അന്തരീക്ഷത്തിൽ എല്ലാവരും ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. പ്രാരംഭ രാത്രിയിൽ തന്നെ കഴിഞ്ഞ ദീർഘ ആഴ്ചകളായി ഇവിടെ പ്രാർത്ഥന നടക്കുകയായിരുന്നു. ആ പ്രാർത്ഥനയുടെ ഒരു പിൻബലം ഈ മഹായോഗത്തിലുണ്ട്. ഇന്നത്തെ അധ്യക്ഷ സാം ജോർജ്, IPCയുടെ ജനറൽ കൗൺസിൽ എക്സിക്യൂട്ടീവ്സ് മെമ്പേഴ്സ്, കേരള സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ്സ് മെമ്പേഴ്സ്, വിവിധ സ്റ്റേറ്റ് റീജിയൻ ഭാരവാഹികൾ, ഗായക സംഘം, എല്ലാ കർത്താവിന്റെ ദാസന്മാർ, സഹോദരി സഹോദരിമാർ, എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ വിനീതമായ സ്നേഹ വന്ദനം അറിയിക്കുകയാണ്. 50 വർഷത്തിന് മുമ്പേ പ്രിയ സാംകുട്ടി പറഞ്ഞതുപോലെ എൻ്റെ പിതാവിൻ്റെ കയ്യിൽ പിടിച്ച് ഈ മഹായോഗത്തിൽ എൻ്റെ സ്ഥലം മാഞ്ഞിരുത്താനമാണ്. അവിടുന്ന് ഇവിടെ വന്ന് ഇതിൻ്റെ തൊട്ട് മുമ്പിൽ താഴെ ഇരുന്ന് ദൈവവചനം കേൾക്കുവാൻ ദൈവം എനിക്ക് ഭാഗ്യം നൽകിയിട്ടുണ്ട്. ജനിച്ച ആദ്യ കാലഘട്ടം മുതൽ തന്നെ ഒരു കൺവെൻഷൻ പോലും മുടങ്ങാതെ ഈ യോഗങ്ങൾ വന്ന് പങ്കെടുത്തിട്ടുണ്ട്. ഇന്ന് രാത്രി ദൈവവചനവുമായി സ്റ്റേജിൽ നിൽക്കുവാൻ ബലഹീനനായി എന്നെ കർത്താവ് ബലപ്പെടുത്തി അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും കർത്താവിനെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. നമ്മുടെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. ഇവിടെ ഈ ദിവസം നമുക്ക് സംസാരിക്കുവാനായി ദൈവം തന്നിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിൻ്റെ വചനം ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ എന്ന വിഷയത്തെക്കുറിച്ചാണ്. അതിനെക്കുറിച്ച് വളരെ ആധികാരികമായി ഈ ആഴ്ച മുഴുവൻ നമ്മൾ ദൈവവചനം ഇവിടെ കേൾക്കുവാനും അത് പങ്കിടുവാനും നമ്മൾ പോകുകയാണ്. ആ വചനത്തിലേക്ക് നമുക്ക് ഒരു നിമിഷം ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നു. അതിൻ്റെ വാക്യം നമുക്കറിയാം. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യം. അവൻ്റെ മരണത്തോട് അനുഭവപ്പെട്ടിട്ട് അവനെയും അവൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തിയെയും അവൻ്റെ കഷ്ടാനുഭവ കൂട്ടായ്മയും അനുഭവിച്ചറിയേണ്ടതിനും എന്ന് തുടങ്ങി താഴോട്ട് എഴുതിയിരിക്കുന്നു. വേദഭാഗങ്ങളെല്ലാം വായിക്കുവാൻ ഞാൻ സമയം എടുക്കുന്നില്ല. ഇന്ന് രാത്രി പ്രത്യേകമായി പറയാൻ ആഗ്രഹിച്ചിരിക്കുന്ന വൈ ക്രിസ്ത്യൻസ് ആർ ബീയിങ് പെർസിക്യൂട്ടഡ്, എന്തുകൊണ്ടാണ് ക്രിസ്ത്യാനികൾ പീഡിപ്പിക്കപ്പെടുന്നത് എന്നതിനെ കുറിച്ചാണ്. ഞാൻ ഈ വചനം ദൈവസന്നിധിയിൽ ധ്യാനിച്ചപ്പോൾ ഞാൻ ദൈവത്തോട് ചോദിച്ചു, ഈ വചനം പ്രസംഗിക്കാനുള്ള യോഗ്യത എനിക്കുണ്ടോ? കർത്താവിന് വേണ്ടി എന്തെങ്കിലും ഞാൻ ആ നിലയിൽ എന്തെങ്കിലും കർത്താവിന് വേണ്ടി ആ നിലയിൽ പ്രവർത്തിപ്പാനോ കഷ്ടത അനുഭവിപ്പാനോ എനിക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ഞാൻ എൻ്റെ മനസ്സാക്ഷിയോട് തന്നെ ചോദിക്കാനിടയായി തീർന്നു. പ്രിയമുള്ളവരെ, ഈ വചനം ആ നിലയിൽ ആഴമായി പറയാനുള്ള ഒരു കഷ്ടതയോ ആ നിലയിലുള്ള പ്രയാസം നമ്മൾ അനുഭവിച്ചിട്ടില്ല എങ്കിൽ പോലും ഈ 2016 ദൈവം നമ്മൾ ഏതു നിലയിലാണ് നടത്തുന്നത് അറിയത്തില്ല. കർത്താവിൻ്റെ ഏതു നിലയിൽ പ്രവർത്തിപ്പാനും കർത്താവെ നമ്മളെ സഹായിക്കണമെന്നുള്ള പ്രാർത്ഥനയോടെ ഇന്ന് രാത്രികാലം ആയിരിക്കുവാൻ സർവശക്തനായ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. അപ്പോസ്തലനായ പൗലോസ് ലേഖനങ്ങൾ എഴുതുമ്പോഴൊക്കെ ലേഖനം എഴുതാൻ വേണ്ടി മാത്രം എഴുതിയതല്ല, അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങൾ എല്ലാം തന്നെ തൻ്റെ അനുഭവത്തോട് ബന്ധപ്പെട്ട വാക്കുകളും വാചകങ്ങളും. അതുകൊണ്ടാണ് ഇപ്പോഴും നമ്മൾ വായിക്കുമ്പോൾ ആ വാക്കുകൾക്കെല്ലാം വളരെ ശക്തിയുള്ളത്. പൗലോസ് പറയുന്ന ഒന്നാമത്തെ കാര്യം അവനെ അറിയുക, നോ ജീസസ്. ഒന്നാമത് യേശുവിനെ അറിയുക. 2 അവൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തിയെ അറിയുക, നോ ദ പവർ ഓഫ് ഹിസ് റിസറക്ഷൻ. അവൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തി അറിയുക. 3 അവൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയെ അറിയുക. 1 അവനെ അറിയുക, യേശുവിനെ അറിയുക. 2 അവൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തി അറിയുക. 3 അവൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയെ അറിയുക. യേശുവിനെ അറിയുന്ന ഒരു ദൈവത്തിൻ്റെ പൈതലെ അവൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തിയെ അറിഞ്ഞിരിക്കണം. പ്രിയമുള്ളവരെ, ലോകത്തിലെ എല്ലാ മഹാന്മാരുടെ കല്ലറയും അടഞ്ഞു കിടക്കുമ്പോൾ ഒരു കല്ലറ മാത്രമേ തുറന്നു കിടപ്പുള്ളൂ, നമ്മുടെ യേശു ക്രിസ്തുവിൻ്റെ കല്ലറയാണ്. ഇന്ന് രാത്രി ഞാൻ ഇവിടെ പ്രസംഗിക്കുന്ന യേശുവിൻ്റെ വചനം, അവൻ മരിച്ചവനല്ല ഉയർത്തെഴുന്നേറ്റ നമ്മുടെ കർത്താവാക്കിയാൽ ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ശക്തി അനുഭവിക്കുന്ന ദൈവത്തിൻ്റെ മക്കൾ 4 കാര്യം പ്രത്യേകമായി അറിഞ്ഞിരിക്കുകയാണ്. 1 പുനരുത്ഥാനത്തിന് ശേഷം യേശു അവർക്ക് കൊടുത്തത്, ഒന്നാമത് കൊടുത്ത സമാധാനമാണ്. 2ാമത് കൊടുത്ത മിഷനാണ്. എല്ലാ ജാതികളോടും സുവിശേഷം അറിയിക്കുവാനുള്ള മിഷൻ നൽകി. 3ാമത് പരിശുദ്ധാത്മാവിന്റെ ശക്തി അവർക്ക് നൽകി, ഹോളി സ്പിരിറ്റ് നൽകി. 4ാമതായി അതോറിറ്റി നൽകി. എല്ലാത്തിനുമേലുള്ള അധികാരം അവൻ നമുക്ക് നൽകി തരുവാനിടയായി തീർന്നു. ഇന്ന് രാത്രി ഇവിടെ വന്ന ദൈവമക്കളോട് എനിക്ക് അറിയിക്കാനുള്ളത്, ദൈവത്തെ യഥാർത്ഥമായി അനുഭവിച്ചറിയുന്ന ദൈവത്തിന്റെ മക്കൾക്ക് ഈ 4 കാര്യങ്ങൾ ദൈവം നൽകിയിട്ടുണ്ട്. 1 പീസ്, സമാധാനം നൽകിയിരിക്കുന്നു. 2 സുവിശേഷ വേലയ്ക്ക് വേണ്ടിയുള്ള ഗൗരവമേറിയ ആഹ്വാനം നൽകിയിരിക്കുന്നു. 3
പരിശുദ്ധാത്മാവിന്റെ ശക്തി നമുക്ക് നൽകിയിരിക്കുന്നു. 4, എല്ലാത്തിനും മേലും അവൻ നമുക്ക് അധികാരം നൽകിയിരിക്കുന്നു. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാനുള്ള അധികാരം ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. പാട്ടുപാടി 3ാമത്തെ സ്റ്റാൻസ എടുത്തുപാടി താളം തട്ടിപ്പോൾ 2 കൈയടിച്ചൊരു അന്യഭാഷ പറയുന്ന കാര്യമല്ല ഞാൻ നിങ്ങളോട് പറയുന്നത്. ഇന്നു രാത്രി നീ ഞാൻ പ്രാപിച്ച ആത്മാവ് ഇന്നു രാത്രി 12ന്റെ സ്റ്റേജ് മുതൽ അങ്ങേ അറ്റം വരെ ഒരുപോലെ വ്യാപരിക്കുമ്പോൾ നിന്റെ കുടുംബത്തിനും നേരെ, തലമുറയ്ക്കും നേരെ, ശരീരത്തിന് നേരെ ഉന്നം വെച്ച് നിൽക്കുന്ന പൈശാചിക പോരുകളുടെ മേൽ ജയം തരുവാൻ ഇന്നു രാത്രിക്കാലം അഭിഷേകമുള്ള ദൈവമക്കൾ ഇന്നു രാത്രിക്കാലം കരങ്ങൾ അടിച്ച് ശക്തമായി ദൈവത്തിന് സ്തോത്രം പറഞ്ഞാട്ടെ. ഇന്നു രാത്രി നിങ്ങളുടെ മേൽ വ്യാപരിക്കുന്ന അഭിഷേകത്തിന്റെ ശക്തി വ്യാപരിച്ചു കഴിയുമ്പോൾ ഒരു വലിയ വിടുതൽ ദൈവം നമുക്ക് നൽകി തരുവാനിടയായി തീരും. അപ്പോസ്തലനായ പൗലോസ് പ്രധാനമായും അവൻ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായത്തിൽ വായിക്കാൻ കഴിയുന്നു. 1, അവൻ ലാഭമായിരുന്നൊക്കെ ഛേദമെന്നെണ്ണി. 2, എല്ലാം ഛേദമെന്നെണ്ണി. 3, എല്ലാം ഉപേക്ഷിച്ച് ചാവർ എന്ന് എണ്ണി. ക്രൂശിന്റെ പാതയിൽ കർത്താവിന്റെ നാമത്തിന് വേണ്ടി കഷ്ടത അനുഭവിക്കുന്ന ദൈവത്തിന്റെ പൈതൽ 1, ലാഭമായതൊക്കെ ഛേദമായി എണ്ണുന്നു. 2, എല്ലാം ഛേദമെന്ന് എണ്ണുന്നു. 3, എല്ലാം ഉപേക്ഷിച്ച് ചപ്പെന്നും ചവറെന്നും എണ്ണുന്നു. അപ്പോസ്തലനായ പൗലോസ് എന്തെല്ലാമാണ് അവൻ ചപ്പെന്നും ചവറെന്നും എണ്ണിയത്? 8-ാം നാളിൽ പരിച്ഛേദനയേറ്റവൻ, ഇസ്രായേൽ ജാതിക്കാരൻ, ബെന്യാമീൻ ഗോത്രക്കാരൻ, എബ്രായൻ ചോദിച്ച എബ്രായൻ, ന്യായപ്രമാണം സംബന്ധിച്ച് പരീശൻ, സഭയെ ഉപദ്രവിച്ചവൻ, ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് ഏറ്റവും അനിന്ദനായിരുന്ന ഈ പൗലോസ് തൻ്റെ ഈ സ്ഥാനങ്ങളും മാനങ്ങളും എല്ലാം വിട്ടുകളഞ്ഞിട്ട് കർത്താവിന് വേണ്ടി ക്രൂശിന്റെ പാതയിൽ എന്തും ഏതും ആയിത്തീരുവാൻ അവൻ തീരുമാനമെടുത്തു. അതുകൊണ്ടാണ് ഈ ശക്തമായ ഭാഷയിൽ കർത്താവിന്റെ കഷ്ടാനുഭവങ്ങളിൽ കൂട്ടാളികളാകണമെന്ന് വളരെ ഗൗരവമായ ഭാഷയിൽ അപ്പോസ്തലൻ എഴുതുവാൻ കാര്യം. ഏതെല്ലാം നിലയിലാണ് അപ്പോസ്തലൻ കർത്താവിന് വേണ്ടി കഷ്ടപ്പെട്ടത്? 2 കൊരിന്ത്യർ 11-ാം അധ്യായത്തിന്റെ 22 മുതൽ 28 വാക്യങ്ങൾ, ഞാൻ അധികം അധ്വാനിച്ചു, അധികം പ്രാവശ്യം തടവിലായി, അനവധി അടികൊണ്ടു, പലപ്പോഴും പ്രാണഭയത്തിലായി. യഹൂദന്മാരാൽ 1 കുറേ 40 അടി 5 പ്രാവശ്യം കൊണ്ടു, 3 വട്ടം കോലിനാൽ അടികൊണ്ടു, ഒരിക്കൽ കല്ലേറ് കൊണ്ടു, 3 വട്ടം കപ്പൽ ഛേദത്തിൽ അകപ്പെട്ടു, 1 രാപ്പകൽ വെള്ളത്തിൽ കഴിച്ചു. നദികളിലെ ആപത്ത്, കള്ളന്മാരുള്ള ആപത്ത്, സ്വന്തം ജനതയിലുള്ള ആപത്ത്, ജാതികളുള്ള ആപത്ത്, പട്ടണത്തിലെ ആപത്ത്, കാട്ടിലെ ആപത്ത്, കടലിലെ ആപത്ത്, കള്ള സഹോദരന്മാരുള്ള ആപത്ത്, അധ്വാനം, പ്രയാസം, പലവട്ടം ഉറക്കളിപ്പ്, പൈതാഹം, പട്ടിണി, ശീതം, നഗ്നത. വെറുതെ ലേഖനം എഴുതുകയായിരുന്നില്ല പൗലോസ്. കർത്താവിന് വേണ്ടി ആത്മാക്കളെ നേടുവാൻ ഇത്രമാത്രം കഷ്ടം സഹിച്ച ആ കർത്താവിന്റെ ദാസൻ എഴുതുകയാണ്, എനിക്ക് ക്രൂസിന്റെ മാർഗത്തിൽ കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ക്രൂസിന്റെ മാർഗത്തിൽ ക്രിസ്തുവിന് വേണ്ടി കഷ്ടാനുഭവങ്ങൾ നമ്മൾ നിറയപ്പെടണം. നിങ്ങൾക്കറിയാം, അപ്പോസ്തലപ്രവൃത്തി 3-ാം അധ്യായത്തിൽ അപ്പോസ്തലന്മാർ ഒരുമിച്ചിരുന്ന് സന്തോഷത്തോടും അനുഗ്രഹത്തോടും മുന്നേറുകയായിരുന്നു. 1-ാം നൂറ്റാണ്ടിലെ സഭയ്ക്ക് ചില ക്വാളിറ്റീസ് ഉണ്ടായിരുന്നു. ഒന്നാമതായി 1-ാം നൂറ്റാണ്ടിലെ സഭ ദൈവവചനം കേൾക്കുന്നതിനും പഠിക്കുന്നതിനും സമയം വേർതിരിക്കുന്ന സഭയായിരുന്നു. 2, അന്യോന്യം സഹായിക്കുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനും കൂട്ടായ്മ ആചരിക്കുന്നതിനും ആ സഭ മുൻപിലായിരുന്നു. 1-ാം നൂറ്റാണ്ടിലെ സഭ കർത്താവിന്റെ മരണത്തെയും ഓർക്കുന്ന അപ്പം നുറുക്കെ ആചരിക്കുന്ന സഭയായിരുന്നു. 4, സുവിശേഷീകരണത്തിന് മുൻപിൽ നിൽക്കുന്ന സഭയായിരുന്നു. 5, പ്രാർത്ഥനയ്ക്ക് പ്രത്യേക സമയം അവർ വേർതിരിച്ചിരുന്നു. 6, രക്തസാക്ഷികളായി മരിക്കുവാൻ അവർക്ക് മടിയില്ലായിരുന്നു. അങ്ങനെയുള്ള 1-ാം നൂറ്റാണ്ടിലെ സഭ ശക്തമായി ദൈവത്തിൽ പ്രവർത്തിച്ചു വരുമ്പോൾ സുന്ദരമെന്ന ദേവാലയ ഗോപുര ഭാഗത്തിരിക്കുന്ന ആ മുടന്തനായ മനുഷ്യനെ സൗഖ്യമാക്കിയപ്പോൾ മുതലാണ് സഭയ്ക്കുള്ള പീഡകളുടെ ആരംഭം ആ നിലയിൽ തുടങ്ങുവാനിടയായി തീർന്നത്. നിങ്ങൾക്കറിയാം, അവനെ സൗഖ്യമാക്കിയപ്പോൾ അന്നുള്ള ആളുകൾ ഇളകി അന്നത്തെ അപ്പോസ്തലന്മാരെ പിടിച്ചു, അവരെ തടവിലാക്കി, ഉപദ്രവിച്ചു, ന്യായാധിപ സംഘത്തിന്റെ മുമ്പിൽ അവരെ നിർത്തി. പക്ഷേ പരിശുദ്ധമായ ശക്തി പ്രാപിച്ച അപ്പോസ്തലന്മാർ ശക്തമായി ദൈവത്തിന് വേണ്ടി നിന്നു. അവർ ദൈവത്തെക്കാൾ മനുഷ്യരെ ഭയപ്പെട്ടില്ല. ഇന്ന് രാത്രികാലം ദൈവമക്കളെ ഒരു കാര്യം ഓർത്തോണം, നമ്മുടെ ഭാരതത്തിൽ വരും ദിവസങ്ങളിൽ എങ്ങനെയാണ് കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നതെന്ന് നമുക്ക് പറയാനൊക്കാത്ത ഒരു സാഹചര്യം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഏത് സ്ഥിതി വന്നാലും,
എൻ്റെ കർത്താവിന് വേണ്ടി രക്തസാക്ഷിയായി മരിക്കേണ്ടി വന്നാലും മരിക്കുവാൻ കർത്താവേ നീ എന്നെ ഒരുക്കണമേ എന്നുള്ള ഒരു ആത്മാർത്ഥമായ ചിന്ത നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ, അതിനുവേണ്ടി ഒരു താഴ്മയും വിനയമുള്ള മനോഭാവം നമുക്കുണ്ടെങ്കിൽ, ദൈവം നമ്മളെ ശക്തമായി ഉപയോഗിക്കുവാനും അനുഗ്രഹിക്കുവാനും ഇടയായിത്തീരും. സ്തെഫാനോസാണ് ആദ്യമായി രക്തസാക്ഷിയായി മരിച്ച ആള്. ഒറ്റ പ്രസംഗമേ ചെയ്തുള്ളൂ. മേശമേൽ ശുശ്രൂഷിപ്പാനാണ് സ്തെഫാനോസിനെ തെരഞ്ഞെടുത്തത്. പക്ഷേ അവൻ ഒറ്റ പ്രസംഗമേ ചെയ്തുള്ളൂ. പ്രസംഗത്തിന്റെ അവസാനം അവൻ ഏറുകൊണ്ട് മരിക്കുകയായിരുന്നു. അവിടെ രണ്ട് ഭാഗം എന്നെ വളരെ ചിന്തിപ്പിച്ചു. ന്യായാധിപ സംഘത്തിൽ ഇരുന്നവർ അവനെ നോക്കിയപ്പോൾ അവന്റെ മുഖം ഒരു ദൈവദൂതന്റെ മുഖം പോലെ പ്രകാശിച്ചു. ഒരിക്കൽ സ്തോത്രം പറഞ്ഞാട്ടെ. ലോകം നമ്മളെ നോക്കുമ്പോൾ നമ്മുടെ മുഖം ദൈവദൂതന്റെ മുഖം പോലെ പ്രകാശിക്കണം. എന്തുകൊണ്ടാണ് സ്തെഫാനോസിന്റെ മുഖം ദൈവദൂതന്റെ മുഖം പോലെ പ്രകാശിക്കാൻ കാരണമായത്? അവനോ സ്വർഗത്തിലേക്ക് കുറ്റി നോക്കി പിതാവിന്റെ വലത്തുഭാഗത്ത് പുത്രൻ തമ്പുരാൻ നിൽക്കുന്നതും അവൻ കണ്ടു. കഷ്ടത അനുഭവിക്കുമ്പോൾ, പ്രയാസം അനുഭവിക്കുമ്പോൾ നാം ഒറ്റയ്ക്കല്ല. നമ്മളെ താങ്ങുന്ന സർവശക്തനായ ദൈവമുണ്ട്. പിതാവിന്റെ വലത്തുഭാഗത്ത് നിൽക്കുന്ന പുത്രൻ തമ്പുരാനെ കണ്ടു കഴിഞ്ഞപ്പോൾ പിതാവിന്റെ പ്രകാശം പുത്രനിൽ തട്ടി സ്തെഫാനോസിന്റെ മുഖത്തേക്ക് പ്രതിഫലിച്ചു കഴിഞ്ഞപ്പോൾ അവന്റെ മുഖം ഒരു ദൈവത്തിന്റെ മുഖം പോലെ പ്രകാശിക്കാൻ ഇടയായിത്തീരുന്നു. ഈ കഷ്ടതയുടെയും കണ്ണുനീരിന്റെയും കയ്പിന്റെ വേദന അനുഭവത്തിൽ കൂടെ നീ ഞാൻ കടന്നു പോകുമ്പോൾ ഒരു കാര്യം ഓർക്കുക, നമ്മൾ ഒറ്റയ്ക്കല്ല. നമ്മളെ സഹായിപ്പാൻ നമ്മുടെ ദൈവ സർവശക്തനായ ദൈവമാണ്. ഓർക്ക് ഒരു സ്തോത്രം ചെയ്താട്ടെ. കർത്താവിന് വേണ്ടി നാം കഷ്ടതകളും കണ്ണുനീരും കയ്പ് അനുഭവിക്കുമ്പോൾ നമ്മളെ ഒറ്റയ്ക്ക് വിടുന്ന കർത്താവല്ല നമ്മുടെ ദൈവം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഭാരതത്തിലെ വിവിധ കോണുകളിൽ അനേക ദേവദാസന്മാർ പീഡിപ്പിക്കപ്പെടുവാൻ ഇടയായിത്തീർന്നു. അനേകർ കഷ്ടത അനുഭവിപ്പാൻ ഇടയായിത്തീർന്നു. അവർ പലരെയും പോയി കാണുവാനും പല ദേവദാസന്മാർ ഇന്ന് സ്റ്റേജിൽ വന്നിട്ടുണ്ട്. പലരും കഷ്ടത അനുഭവിച്ചു. നമ്മൾ അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു. എന്നാൽ അവരെല്ലാം നമുക്ക് പോയി താങ്ങാനോ അവരുടെ അടുക്ക പോകാനോ ഒന്നും എല്ലാവർക്കും പറ്റിയില്ല. എങ്കിലും ചെല്ലുപോയി കാണുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. ഒരു കാര്യം ഉറപ്പാണ്, അവരെ താങ്ങിയത് നമ്മളല്ല, സർവശക്തനായ ദൈവമാണ്. അവർക്ക് സ്തോത്രം പറഞ്ഞാട്ടെ. ഭാരതത്തിൽ ഇനിയും എന്തെല്ലാം കാര്യങ്ങൾ സംഭവിക്കും നമുക്കറിയത്തില്ല. അങ്ങനെ സംഭവിക്കുമെങ്കിൽ ഒരു കാര്യം ഓർക്കുക, നമ്മുടെ ജീവിതത്തിൽ നേരെ ഉണ്ടാകുന്ന പ്രതിസന്ധിയുടെ നടുവിലും പ്രയാസങ്ങളുടെ നടുവിലും നമ്മൾ ഒറ്റയ്ക്കല്ല. നമ്മളെ താങ്ങുവാൻ സർവശക്തനായ ദൈവമുണ്ട്. സ്തെഫാനോസ് സ്വർഗ്ഗത്തിലേക്ക് നോക്കിയപ്പോൾ അവന്റെ മുഖം ഒരു ദൈവദൂതന്റെ മുഖം പോലെ പ്രകാശിച്ചതുപോലെ കഷ്ടതയും പീഡയും അനുഭവിക്കുന്ന ദൈവമക്കളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളും പീഡകളും വരുമ്പോൾ മുഖം പ്രകാശിക്കുവാൻ, വാടിപ്പോകാതിരിക്കുവാൻ ദൈവം സഹായിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. പ്രിയമുള്ളവരെ, സ്തെഫാനോസിനെ അവർ കല്ലെറിഞ്ഞു വന്നു, യാക്കോബിനെ വാൾ കൊണ്ട് കൊന്നു. എന്നാൽ നിങ്ങൾക്കറിയാം, പത്രോസിനെ വെടിവെച്ചു, യോഹന്നാനെ വെടിവെച്ചു. എന്താ കാര്യം? ദൈവത്തിന്റെ പദ്ധതികളെ നമുക്കാർക്കും തിരിച്ചു മറിക്കാൻ കഴിയത്തില്ല. ദൈവത്തിന് ഓരോരുത്തരെ കുറിച്ചും ഓരോ പദ്ധതികളുണ്ട്. ഒരാളെ കൊല്ലുവാനാണ് ദൈവം അനുവദിക്കുന്നെങ്കിൽ ഒരാളെ വെടിവെക്കുവാൻ ദൈവത്തിന്റെ പദ്ധതിയുണ്ട്. ഏതു നിലയിലാണെങ്കിലും ദൈവത്തിന് വേണ്ടി എരിഞ്ഞു പ്രകാശിക്കുന്ന ഒരു പ്രകാശ ഗോപുരമായി മാറുവാനാണ് ദൈവം നമ്മളെ കുറിച്ച് ഈ ദിവസങ്ങളിൽ നമ്മൾ ആഗ്രഹിക്കുന്നത്. കർത്താവിന് വേണ്ടി ചെറിയ കാര്യങ്ങൾ വരുമ്പോൾ പെണ്ണുകയും ചെറിയ കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ പ്രയാസപ്പെട്ട് ചെയ്യാറുണ്ട്. പക്ഷേ കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് വലിയ കാര്യമാണ്, സുവിശേഷീകരണമാണ്. ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ കാര്യം ക്രിസ്തുവിനെ നേടുക എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല, വലിയ കാര്യമാണ്. കർത്താവിന് വേണ്ടി ഏതു നിലയിലും ഏതുമായി തീരുവാൻ ദൈവമേ എന്നെ സഹായിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ക്രൂസിന്റെ പാതയിൽ, കഷ്ടതയുടെ മാർഗയിൽ ആത്മാക്കളെ നേടുമ്പോൾ ഒരു സുവിശേഷകൻ, ഒരു വിശ്വാസി ഏതു നിലയിലായി തീരണമെന്ന് വിശുദ്ധ ബൈബിളിൽ കൂടെ എൻ്റെ ഹൃദയത്തോട് ദൈവം സംസാരിച്ച 7 കാര്യങ്ങളൂടെ പറഞ്ഞ ശേഷമായി ഇരിക്കുവാൻ ഞാൻ കർത്താവോത്സാഹപ്പെടുകയാണ്. ഒന്നാമതായി, ഒരു ആത്മീയ ശുശ്രൂഷകൻ, ഒരു കർത്താവിന്റെ ദാസൻ, ഒരു സഹോദരൻ, ഒരു സഹോദരി ക്രൂസിന്റെ പാതയിൽ, കഷ്ടത്തിന്റെ പാതയിൽ കൂടി കടന്നു പോകുമ്പോൾ അവരിൽ തന്നെ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒന്നാമതായി, എന്തിനേക്കാൾ ഉപരി ദൈവ മഹത്വം അന്വേഷിക്കുന്നവരായിരിക്കണം. ഞാനൊരു കാര്യം ചെയ്താലും, പ്രസംഗിച്ചാലും, കർത്താവിനെ പ്രവർത്തിച്ചാലും, ട്രാക്ട് കൊടുത്താലും, എന്ത് ചെയ്താലും ഞാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ നാമം ഉയരാനാകരുത്, ദൈവത്തിന്റെ നാമം ഉയരാനാകണം. യേശു എന്താ പറഞ്ഞെന്നറിയാമോ? യേശു യോഹന്നാൻ 17-4 വാക്യത്തിൽ പറഞ്ഞു, എനിക്ക് ലാഭമാണോ എന്നുള്ളതല്ല, ഞാൻ ഭൂമിയിൽ
നീ എനിക്ക് ചെയ്യുവാൻ തന്ന പ്രവൃത്തി ഞാൻ തികച്ചിരിക്കുന്നു. യേശു പറയാണ്, ഭൂമിയിൽ ഞാൻ വന്ന ചെയ്ത ശുശ്രൂഷകൾ എന്നെ മഹത്വപ്പെടുത്തുവാനല്ല, പിന്നെയോ പിതാവായ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനാണ്. ഒന്നാമതായി ക്രൂശിന്റെ പാതയിൽ കടന്നു പോകുന്ന കർത്താവിന് വേണ്ടി അധ്വാനിക്കുവാൻ കഷ്ടതയുടെ മാർഗത്തിൽ കടന്നു പോകുന്ന ദൈവത്തിന്റെ പൈതലിനോട് ഇന്ന് രാത്രി ഒന്നാമത്തെ ദൂത്, നമ്മൾ എന്തു ചെയ്താലും ദൈവത്തിന്റെ നാമം നമ്മളെ കൂടെ മഹത്വപ്പെടണം. നമ്മുടെ നാമം ഉയരാനാകരുത്, ദൈവത്തിന്റെ നാമം ഉയരുവാനുള്ള ഒരു ആത്മീയ നിലവാരമാണ് ദൈവം നമ്മൾ ഇന്ന് പ്രതീക്ഷിക്കുന്നത്. രണ്ടാമതായി ശക്തമായ വചനധ്യാനം ഉണ്ടായിരിക്കണം. ആ പ്രസംഗങ്ങൾ കൂടെ കേൾക്കുന്നതായ നല്ല പ്രസംഗം കേൾക്കുമ്പോൾ ആളുകൾ വന്ന് പ്രസംഗം കേൾക്കാറുണ്ട്. പക്ഷേ വളരെ ദുഃഖത്തോടെ പറയുകയാണ്, വ്യക്തിപരമായി ബൈബിൾ വായിക്കുവാനോ ബൈബിൾ ധ്യാനിക്കുവാനോ ഇന്ന് ജനങ്ങൾ സമയമെടുക്കുന്നില്ലെന്നുള്ളതാണ് ദുഃഖകരമായ കാര്യം. പണ്ടത്തെ കാലത്ത് നമ്മുടെ അപ്പച്ചന്മാരും അമ്മച്ചമാർക്കും ഒക്കെ വലിയ വിദ്യാഭ്യാസം ഉണ്ടായിരുന്നില്ലെങ്കിലും രാവിലെയും വൈകിട്ടും അവർ വചനം വായിക്കുകയും ധ്യാനിക്കുകയും അവിടെ കുടുംബാംഗങ്ങളോട് വചനത്തിൽ കൂടെ പ്രസംഗിക്കുകയും സഭയിൽ പ്രസംഗിക്കുകയും ചെയ്യുമായിരുന്നു. ഇന്ന് സഭായോഗത്തിൽ പോയി പ്രസംഗം കേൾക്കും, കൺവെൻഷനിൽ പോയി പ്രസംഗം കേൾക്കും. പക്ഷേ വ്യക്തിപരമായി ബൈബിൾ വായിക്കുവാനോ ബൈബിൾ ധ്യാനിക്കാനോ നമ്മൾ സമയം എടുക്കുന്നില്ല. നമ്മുടെ കുഞ്ഞുങ്ങളോട് ബൈബിൾ വായിക്കുവാനോ ബൈബിൾ പഠിക്കുവാനോ ഒരിക്കൽ പോലും നിർബന്ധിക്കാറില്ല. കോളേജിലെ സ്കൂളിലെ പ്രൊജക്റ്റുകളൊക്കെ ചെയ്യുവാൻ നമ്മൾ നിർബന്ധിക്കാറുണ്ട്. പക്ഷേ ബൈബിൾ വായിച്ചോ എന്ന് നമ്മൾ ചോദിക്കാറില്ല. അതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് ഇന്ന് അതിന് സമയം ലഭിക്കുന്നില്ല. നെറ്റിന്റെ കാര്യത്തിലും മൊബൈലിന്റെ കാര്യത്തിലും മറ്റൊത്തിരി കാര്യത്തിൽ സമയം ചെലവഴിക്കുന്നുണ്ടെങ്കിലും യഥാർത്ഥമായി ബൈബിൾ വായിക്കുവാനോ ധ്യാനിക്കുവാനോ സമയം എടുക്കുന്നില്ല. യഹോഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാണെന്ന് ദൈവത്തിന്റെ വചനം പറഞ്ഞിരിക്കുന്നു. പ്രിയമുള്ളവരെ, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ദൈവം തന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി കരുണയോടെ പ്രാർത്ഥിക്കുകയും ബൈബിൾ വായിക്കുവാനും ധ്യാനിക്കുവാനും നിങ്ങൾ അവരെ ഉപദേശിക്കുകയും നമ്മൾ അങ്ങനെ ചെയ്യുകയും ചെയ്യണമെന്ന് ഓർപ്പിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഒരു പൈതൽ എന്നോട് വന്ന് പറഞ്ഞൊരു അനുഭവ സാക്ഷ്യം എനിക്ക് വളരെ അനുഗ്രഹമായി തോന്നി. നല്ലപോലെ പരീക്ഷയ്ക്ക് മാർക്ക് മേടിക്കുന്ന ഒരു കുഞ്ഞാണ്. അവൻ ഒരു വിഷയത്തിന്റെ 10 മാർക്കിന്റെ ചോദ്യത്തിന്റെ ആൻസർ അവൻ അറിയത്തില്ല. അവന് ബൈബിൾ വായിക്കുകയും പ്രാർത്ഥിക്കുകയും വളരെ ദൈവത്തെ ആരാധിക്കുകയും ചെയ്തൊരു കുഞ്ഞാണ്. അവൻ ദൈവസന്നിധിയിൽ എല്ലാ ക്വസ്റ്റ്യന്റെ ആൻസർ എഴുതി കഴിഞ്ഞിട്ട് അവൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, ഈ 10 മാർക്കിന്റെ ചോദ്യത്തിന്റെ ആൻസർ എനിക്ക് അറിയത്തില്ല, നീ എന്നെ സഹായിക്കണമേ എന്ന് അവൻ ദൈവത്തോട് നിലവിളിച്ച് പ്രാർത്ഥിച്ചു. ദൈവമക്കളെ, അവൻ കണ്ണു തുറന്നപ്പോൾ അവൻ കാണുന്നൊരു ദർശനം കാണുകയാണ്. അവന്റെ ആ ടഫായുള്ള ചോദ്യത്തിന്റെ ഉത്തരമുള്ള ആ പേജ് അവന്റെ ഡെസ്കിന്റെ പുറത്ത് തുറന്നിരിക്കുന്നത് അവൻ കാണുകയാണ്. അവൻ അത് മുഴുവൻ എഴുതി ശേഷമായി ആ പേപ്പറ് അവന്റെ കണ്ണിൽ നിന്ന് മറയുകയാണ്. അവനോട് പറഞ്ഞു, പാസ്റ്ററേ, ദൈവം എനിക്ക് വേണ്ടി ആ പരീക്ഷാ ഹാളിൽ ഇറങ്ങി വന്ന് ഞാൻ അനുഭവിച്ചറിയാൻ തീർന്നു. നിന്റെ കുഞ്ഞിനെ നീ എത്ര പഠിപ്പിച്ചാലും രാത്രി തലവേദന വന്നാൽ മതി ആ മുഴുവൻ മറക്കാനും പരീക്ഷ എഴുതാതിരിക്കാനും. എന്നാൽ തലമുറയ്ക്ക് വേണ്ടി ഹൃദയമായി കരയുന്ന ദൈവത്തിന്റെ പൈതലേ, തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, നിന്റെ തലമുറയ്ക്ക് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യം ദൈവത്തിന്റെ വചനം കൊടുക്കുക എന്നുള്ളതാണ്. ദൈവത്തിന്റെ വചനം കൊടുക്കുവാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. പി.ജെ. തോമാച്ചന്, പി.ജെ. ദാനിയേൽസന് പിതാവ് അയ്യാപിള്ള സാർ എന്ന ദേവദാസൻ ഉണ്ടായിരുന്നു. ഞാൻ അദ്ദേഹത്തെ ചരിത്രത്തിൽ കേട്ടിട്ടുണ്ട്. രാത്രിയിൽ കുഞ്ഞുങ്ങൾ ഉറങ്ങിക്കിടക്കുമ്പോൾ ഓരോ മുറിയിലും കയറി ഇറങ്ങി ഓരോ കുഞ്ഞുങ്ങളുടെ തലയിൽ കൈവച്ച് ആ കർത്താവിന്റെ ദാസിയും കൈവച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അവരെ കണ്ണുനീര് കുഞ്ഞുങ്ങളുടെ മേൽ വീഴുമായിരുന്നു. അതുകൊണ്ട് പിന്നെ ദൈവം അവരെ അപ്പോസ്തലിക ശുശ്രൂഷയിലേക്ക് ഉയർത്തിയെടുത്തു. നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ദേഹത്ത് നിങ്ങളുടെ കണ്ണുനീര് ഒഴുതി വീണാൽ അതൊരു സീലാണ്. അത് ആർക്കും അതിനെ മായ്ച്ചു കളയാൻ കഴിയത്തില്ല. 1 കോടി രൂപ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിലും നിങ്ങളുടെ കുഞ്ഞുങ്ങൾ 2 പേര് ജഡികരായി തീർന്നാൽ നിന്റെ ഭവനമാണ് ഭൂമിയിലെ നരകം. വെച്ച കഞ്ഞി കൊഴിക്കാരുപ്പില്ലെങ്കിലും നിന്റെ മക്കൾ 3 പേരും ആത്മികരാണെങ്കിൽ നിന്റെ ഭവനമാണ് ഭൂമിയിലെ സ്വർഗം. കരങ്ങൾ അടിച്ചൊരു സ്വന്തം പറഞ്ഞാട്ടെ. ഇന്ത്യൻ പെന്തക്കോസ്ത് ദൈവസഭയിലെ എല്ലാ കുഞ്ഞുങ്ങളും തികഞ്ഞ ആത്മനിർഭരമുള്ളവരായി തീരണമെന്നും അവരുടെ ബൈബിൾ വായിക്കണമെന്നും ബൈബിൾ പഠിക്കണമെന്നും അവരുടെ ബൈബിൾ സ്കൂളിൽ പഠിക്കണമെന്നും കർത്താവ് അവരെ കുറിച്ച് ആഗ്രഹിക്കുന്ന മാതാപിതാക്കൾ അതിനു വേണ്ടി പ്രാർത്ഥിക്കണം. മൂന്നാമത്തെ കാര്യം, സന്തോഷത്തെക്കാൾ അധികം വിശുദ്ധിക്ക് പരിഗണന കൊടുക്കണം. തൽക്കാലം ഉണ്ടാകുന്ന സന്തോഷമായിരുന്നെങ്കിൽ ജോസഫ് ഇറങ്ങിയോണ്ട് കാര്യമില്ലായിരുന്നു. അവൻ ഇറങ്ങി ഓടിയത് കൊണ്ട് തൽക്കാലം ദുഃഖം വന്നെങ്കിലും ഒടുവിൽ ദൈവം അവനെ അനുഗ്രഹിച്ചു. രഹസ്യ ജീവിതത്തിൽ വിശുദ്ധി പാലിക്കുന്നവനെ പരസ്യമായി ഉയർത്തുന്നവനാണ് എൻ്റെ ദൈവം. വെള്ള ഷർട്ട് ഇട്ടത് കൊണ്ടോ ഗിൽറ്റുള്ള ബൈബിൾ പഠിച്ചതുകൊണ്ടോ 3 ഹല്ലേലൂയ ഉറക്കെ പറഞ്ഞത് കൊണ്ടോ എല്ലാത്തിനും മുമ്പിൽ നിന്നുകൊണ്ടോ നീ ഒരു ആത്മീയനാണെന്ന് നാട്ടുകാർ പറയും. ദൈവം പറയത്തില്ല.
മാറത്ത് പൊൻകത്ത് കെട്ടിയവനായി, വെള്ളോട്ട് സസ്യമായ കാലുകളുള്ളവനായി, അഗ്നിജ്വാലക്കൊത്ത കണ്ണുകളുള്ള സർവശക്തനായ ദൈവം നിന്റെ വീട്ടിൽ എഴുന്നള്ളുമ്പോൾ, നിന്റെ പേരയ്ക്കകത്ത് എഴുന്നള്ളുമ്പോൾ, നിന്റെ സഭയിൽ എഴുതുമ്പോൾ അവന് ഒന്നും മറഞ്ഞിരിക്കുന്നില്ല. വിശുദ്ധനായ ദൈവത്തെ വിശുദ്ധിയിൽ ആരാധിക്കാം. മനസ്സാക്ഷിയോടുകൂടി വേണം ദൈവമക്കളെ ശുശ്രൂഷിക്കുവാൻ, മനസ്സാക്ഷിയോട് വേണം സാക്ഷി പറയുവാൻ, മനസ്സാക്ഷിയോട് വേണം ജീവിക്കുവാൻ. നമ്മളെ കാണുന്ന ഒരു ദൈവമെന്നുള്ള കാര്യം മറന്നു പോകല്ലേ. ആരുടെ ആഴങ്ങൾ ഊളിവിട്ടുപോയ മഹാമത്സ്യത്തിന്റെ വായിരുന്ന ചതുധർമ്മപ്പണം കണ്ടെടുത്തവനാണ് എന്റെ ദൈവം. അത്യലയ്ക്കകത്ത് ഒതുങ്ങുന്ന സക്കായിയെ പൊക്കിയെടുത്ത് അവന്റെ വീട്ടിൽ അത്താഴം കഴിച്ചവനാണ് എന്റെ ദൈവം. ദൈവത്തിന് മുമ്പിൽ ഒന്നും മറഞ്ഞിരിക്കുന്നില്ല. അതുകൊണ്ട് വിശുദ്ധനായ ദൈവത്തെ വിശുദ്ധിയിൽ ആരാധിക്കണം, വിശുദ്ധി സൂക്ഷിക്കണം. എപ്പോഴും വരെ? അവസാന ശ്വാസം വരെ. SP അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്തിട്ടുള്ളവർ ഇവിടെ ഉള്ളവരറിയാം. 1000 രൂപ, 2000 രൂപ, 10000 രൂപ, 20000 രൂപ നമ്മൾ അക്കൗണ്ടിലിടും. ഏറ്റവും 2 ലക്ഷം രൂപയാകുമ്പോൾ, അല്ല 3 ലക്ഷം രൂപയാകുമ്പോൾ ഒറ്റ ചെക്ക് കൊണ്ട് അത് മുഴുവൻ നമ്മൾ വിഡ്രോ ചെയ്യാറുണ്ട്. അപ്പോൾ വിഷമം തോന്നാറുണ്ട്. ഇതുപോലാണ് വിശുദ്ധി. ജീവിതത്തിന്റെ ആരംഭം മുതൽ വിശുദ്ധി പാലിച്ച് ഏറ്റവും ഒടുവിൽ നിസ്സാര കാര്യത്തിന് മുമ്പിൽ നിന്റെ വിശുദ്ധി തകർന്നു പോകുന്നെങ്കിൽ നിന്നെ പോലെ ഹതഭാഗ്യൻ ലോകത്തിൽ ആരുമില്ല. അമേരിക്കയിലെ ഒരു പുസ്തകത്തിൽ ഞാൻ ഒരു ചരിത്രം വായിച്ചു. അവിടെ ബാങ്കിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഹോണസ്റ്റ് ഹെൻറി എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു. ആ പ്രിയപ്പെട്ടവന് വിശ്വസ്തനായിരുന്നു, ബാങ്കിൽ കാഷ്യറായിരുന്നു, ഒരു പൈസ പോലും മാറ്റിവെക്കത്തില്ലായിരുന്നു, വിശ്വസ്തനായി നിന്നു. റിസൈൻ ചെയ്യുവാനായി ആ ബാങ്കിൽ നിന്ന് അവനെ റിസൈൻ ചെയ്താൻ പോകുകയാണ്. ശനിയാഴ്ച അവന്റെ യാത്രവെപ്പാണ്. വെള്ളിയാഴ്ച ഹെൻറിയെ കണ്ടെന്ന് മാത്രമല്ല $50,000 കണ്ടില്ല. പോലീസ് അവനെ തിരക്കി ചെന്നപ്പോൾ അവൻ ആ പൈസയുമായി ട്രെയിനിൽ യാത്ര ചെയ്യുകയാണ്. അവനെ പിടിച്ചുകൊണ്ടു. പോലീസ് ചോദിച്ചു, നീ എന്തുകൊണ്ടാണ് അവസാന നിമിഷമായപ്പോൾ ഈ രൂപ എടുത്തുകൊണ്ട് പോയത്? കഴിഞ്ഞ 35 വർഷമായി നീ വളരെ വിശ്വസ്തനായി നിന്നതാണല്ലോ. ഏറ്റവും ഒടുവിൽ നീ എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു? ഉടനെ ഹോണസ്റ്റ് ഹെൻറി പറഞ്ഞു, കേൾക്കണമോ, ഞാൻ ഒന്നും ഉണ്ടാക്കിയില്ല, നാളെ ജോലി കഴിയുകയാണ്, അതുകൊണ്ടാണ് ഞാൻ ഈ പൈസ എടുത്തതാണെന്ന് പറഞ്ഞു. ഉടനെ ബാങ്ക്മാൻ പറഞ്ഞു, കുഞ്ഞെ, നാളെ നിനക്ക് യാത്രയയപ്പിൽ തരാൻ വെച്ചത് രൂപയായിരുന്നത്, നീ എന്തുകൊണ്ട് എടുത്തുകൊണ്ട് പോയി? പണവും പോയി, നിന്റെ മാനവും പോയി, നിന്റെ എല്ലാ നന്മകളും നഷ്ടപ്പെട്ടു. എൻ്റെ പ്രിയമുള്ളവരെ, കുറച്ച് നാൾ വിശ്വാസം നിൽക്കുന്നല്ല, അവസാന ശ്വാസം വരെ കർത്താവിന് വേണ്ടി വിശുദ്ധരായി നിൽക്കുന്ന വിശുദ്ധന്മാരെ ചേർക്കാൻ കർത്താവ് വരുന്നു. IPC നമുക്ക് മാർഗിടുന്നത്, പാസ്റ്റർമാരെല്ലാം മാർഗിടുന്നത്, കമ്മിറ്റിക്കാരെല്ലാം മാർഗിടുന്നത് സർവശക്തനായ ദൈവമാണ്. സ്ഥാനങ്ങളല്ല വലുത്, സ്ഥാനങ്ങളെക്കാൾ നമ്മളെ മാനിക്കുന്ന ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ കരങ്ങൾ അടിച്ച് ഒരിക്കൽ കൂടെ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. 4ാമത്തെ കാര്യം, മറ്റുള്ളവരാൽ ശുശ്രൂഷിക്കപ്പെടുന്നതിനേക്കാൾ ശുശ്രൂഷയ്ക്ക് മുൻതൂക്കം കൊടുക്കണം. പെസഹയുടെ സന്ദർഭത്തിൽ യേശു ശിഷ്യന്മാർക്കിലേക്ക് ചെല്ലുമ്പോൾ പത്രോസ് യോഹന്നാനുമെല്ലാം നോക്കിയിരിക്കുകയാണ്. ആരാണ് എൻ്റെ കാല് കഴുകണ്ടേ? അവൻ അങ്ങോട്ട് നോക്കിയിരിക്കുമ്പോൾ യേശു അതിൽ തോർത്ത് ചുറ്റി കാലുകൾ കഴുകുവാനായി മുമ്പോട്ട് വരുന്നത് കാണുകയാണ്. പ്രിയമുള്ളവരെ, ക്രിസ്തീയ ശുശ്രൂഷ എന്ന് പറയുന്നത് മറ്റുള്ളവരാൽ ശുശ്രൂഷിക്കപ്പെടുകയല്ല, നമ്മൾ മറ്റുള്ളവരെ ശുശ്രൂഷിക്കുകയാണ്. അത് നമ്മൾ വളരെ പുറകിലാണെന്നുള്ള കാര്യം കുറ്റസമ്മതത്തോടെ ഞാനും പറയുന്നു. നമ്മൾ അത് ഏറ്റെടുക്കുമ്പോൾ മറ്റുള്ളവർക്ക് നമ്മൾ എന്ത് ചെയ്തെടുക്കാൻ ദൈവം നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു അത് ചെയ്തു കൊടുത്താൽ നമ്മളെ അനുഗ്രഹിപ്പാൻ ദൈവശക്തനായ ദൈവമാണ്. 5ാമത്തെ കാര്യം ഫലപ്രദമായ ജീവിതമാണ്. ഫലപ്രദമായ ജീവിതം എന്ന് പറയുമ്പോൾ 2 കാര്യമുണ്ട്. ഒന്ന് ശുശ്രൂഷ ഫലമുണ്ട്, 2 സ്വഭാവ ഗുണമുണ്ട്. ശുശ്രൂഷാ ഫലം എന്ന് പറഞ്ഞാൽ ആത്മാക്കളാണ്. രക്ഷിക്കപ്പെട്ടിട്ട് ഒരാത്മാവിനെ നീ ഇതുവരെ നേടിയിട്ടില്ലെങ്കിൽ, നിന്നെ കൊണ്ട് ദൈവത്തിന് ഒരു പ്രയോജനം ഉണ്ടായിട്ടില്ല, ഒരു സഭ സ്ഥാപിച്ചിട്ടില്ലെങ്കിൽ, അവൻ ഒരാത്മാവിനെ നേടിയിട്ടില്ലെങ്കിൽ, ഒരു ട്രാക്ട് കൊടുത്തിട്ടില്ലെങ്കിൽ, ആർക്കും വേണ്ടി നീ മുട്ടുകുത്തി പ്രാർത്ഥിച്ചിട്ടില്ലെങ്കിൽ നിന്നെ കൊണ്ട് എന്താ ഗുണമുള്ളത്? ചില വലിയ വീടുകളൊക്കെ ചെല്ലുമ്പോൾ ആ വീടിൻ്റെ ഹോളിൽ ചെല്ലുമ്പോൾ നല്ല മനോഹരമായ ചെടികൾ കാണാം. നല്ല മനോഹരമായ ചെടികളെ പൂത്ത് കായ്ച്ച് നിൽക്കുന്നതായി നമ്മൾ കാണും. അടുത്ത് ചെന്ന് നോക്കുമ്പോഴാണ് അറിയുന്നത് അത് പ്ലാസ്റ്റിക് പൂവാണെന്ന്. അതിനകത്ത് ജീവനില്ല, ചൈതന്യമില്ല, അതിനകത്ത് മണമില്ല, ഒന്നുമില്ല, പ്ലാസ്റ്റിക്കാണ്. ഇന്ന് ദൈവസഭയിൽ അനേക പ്ലാസ്റ്റിക് പൂക്കളുണ്ട്. വന്നിരിക്കും, കൈയടിക്കും, കൈ പൊക്കാൻ പറഞ്ഞാൽ കൈ പൊക്കും, കൈ അടിക്കാൻ പറഞ്ഞാൽ കൈ അടിക്കും. പക്ഷേ ആത്മീയമായ വരങ്ങളും ഫലങ്ങളുമില്ല. ഇന്ന് രാത്രി ഈ ജനത്തോട് പറയാൻ, ദൈവം എന്നെ ഏൽപ്പിച്ച ദൂത്, ദൈവസഭ എന്ന് പറയുന്നത് ഷൈനിങ് അല്ല. ദൈവസഭ എന്ന് പറയുന്നത് മറ്റുള്ള പ്രകടിപ്പിക്കാനുള്ളതല്ല. ദൈവം നമ്മളെ കുറിച്ച് എന്താഗ്രഹിക്കുന്നു? ക്രൂസിന്റെ പാതയിൽ ആത്മാക്കളെ നേടുന്ന സുവിശേഷീകരണത്തിന് വേണ്ടി ദേവദാസന്മാരെ നമുക്ക് താഴ്ത്തി ഏൽപ്പിക്കാം. അത് പാസ്റ്റർമാരെ കാണിക്കാനല്ല, അത് പ്രൊസ്പെക്ടറെ കാണിക്കാനല്ല, അത് കൗൺസിലെ കാണിക്കാനല്ല. നമ്മൾ ദൈവത്തിന് മുമ്പിൽ നമ്മൾ നേരെ നിൽക്കുമ്പോൾ നിന്റെ മുട്ടുകൾ തമ്മിൽ കൂട്ടിയടിക്കുവാൻ ഇടയാകല്ലേ. നിന്റെ മുട്ടുകൾ നേരെ നിൽക്കുന്നുണ്ടെങ്കിൽ ആത്മാവിന്റെ ഫലങ്ങൾ ഉണ്ടാകണം.
രണ്ടാമതായി ആത്മാക്കൾ ഉണ്ടാകണം. രണ്ടാമതായി സ്വഭാവ ഗുണമുണ്ടാകണം. രണ്ടും നമ്മുടെ ജീവിതത്തിൽ ഒരുപോലെ ഉണ്ടാകണം ദൈവം ആഗ്രഹിക്കുകയാണ്. ആറാമത്തെ കാര്യം, ദൈവിക ശിക്ഷണത്തോടെ മത്സരിക്കുകയോ നീരസപ്പെടുകയോ ചെയ്യരുത്. ദൈവം നമ്മളെ ശിക്ഷിക്കുമ്പോൾ ദൈവത്തോട് മറുതിരിക്കല്ലേ. നിങ്ങൾക്കറിയാം, അടുത്ത കാലത്ത് രോഗശാന്തി, ഭൂതശാന്തി, ബന്ധനങ്ങൾ എഴിയുക, കെട്ടുകൾ പൊട്ടുക, അതിനൊക്കെ ആളുകൾ ധാരാളമായി ഇറച്ചു കയറുന്നുണ്ട്. പക്ഷേ ക്രൂശിന്റെ മാർഗത്തിൽ വരുമ്പോൾ അനേകരെ കാണുകയില്ല. 6 മാസം, 8 മാസം, 10 മാസം ആകുമ്പോൾ അവര് തിരിച്ചു പോവുകയാണ്. ഒരു അത്ഭുതം നടന്നില്ലെങ്കിൽ, ഒരു അതിശയം നടന്നില്ലെങ്കിൽ അവരെ പണങ്ങിപ്പോവുകയാണ്. ഇന്നലെ അദ്ദേഹം പറയട്ടെ, ഒരത്ഭുതം നിന്റെ ജീവിതത്തിൽ നടന്നില്ലെങ്കിലും, ഒരതിശയം നിന്റെ ജീവിതത്തിൽ നടന്നില്ലെങ്കിലും, 2 കള്ളന്മാരുടെ നടുവിൽ 3 മേൽ തൂങ്ങപ്പെട്ട നസനായ യേശുവിന്റെ രക്തത്താൽ അവൻ എന്നെ വീണ്ടെടുത്തെങ്കിൽ എന്റെ അവസാനത്തിലുള്ള ചോര വരെയും എന്റെ യേശുവിന് വേണ്ടി ഞാൻ അർപ്പിച്ച് അവൻ എന്നെ കുറിച്ച് എന്താഗ്രഹിക്കുന്നു ആ നിലയിൽ ഞാൻ ആയിത്തീരുമെന്ന് ഇന്ന് രാത്രി നീ ചിന്തിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുമോ, നിന്നെ മാനിപ്പാൻ ദൈവശക്തനായ ദൈവമാണ്. 7ാമത്തെ കാര്യം, ഫലപ്രദമായ ജീവിതമാണ്. അതെന്താണ്? പ്രാർത്ഥനയിലുള്ള ജീവിതമാണ്. പ്രാർത്ഥിക്കുന്നവനെ ലോകം അറിയുന്നില്ല, പ്രാർത്ഥിക്കുന്നവനെ ദൈവം അറിയുന്നു. പ്രസംഗിക്കുന്നവനെ ലോകം അറിയുന്നു, പ്രാർത്ഥിക്കുന്നവനെ ദൈവം അറിയുന്നു. നിന്നെ ആരും അറിയുന്നില്ലെങ്കിലും നിന്നെ കാണുന്ന, നിന്നെ അറിയുന്ന ഒരു ദൈവം നമുക്ക് സ്വർഗത്തിലുണ്ട്. എന്റെ പ്രിയമുള്ളവരെ, നമ്മളിൽ വ്യാപരിക്കുന്ന ഒരു അഭിഷേകത്തിന്റെ ശക്തിയുണ്ട്. പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ നേരെ ലോകത്തിലെ ഒരു ശക്തിക്ക് നിൽക്കാനൊക്കത്തില്ല. ഏത് സിംഹത്തിന്റെ വായ അടയ്ക്കാൻ കഴിയുന്ന ദൈവമാണ് നമ്മുടെ ദൈവമെന്ന് ഇന്ന് രാത്രി ഉറയ്ക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ സഭ 92ാമത്തെ കൺവെൻഷനിൽ പങ്കെടുക്കുകയാണ്. ഈ സ്റ്റേജിൽ ഭക്തന്മാരെ, ദൈവദാസന്മാരെ ശക്തമായ ശുശ്രൂഷ ഞാൻ കണ്ടിട്ടുണ്ട്. അവർ എഴുന്നേറ്റ് സ്റ്റേജിൽ നിൽക്കുമ്പോൾ തന്നെ പന്തൽ ഇളകി മറിയുന്ന ഞാൻ എൻ്റെ ഓർമ്മയിലുണ്ട്. പാസ്റ്റർ PM ശ്യാമൽ ദേവദാസൻ ഒരിക്കൽ ദാനിയേലിന്റെ പുസ്തകത്തിൽ നിന്ന് ചന്ദ്രക്കനെ മേശക്കനെ അഭേദ്രഗോവിനെ വിടുവിച്ച ചരിത്രം പ്രസംഗിച്ചപ്പോൾ ഈ പന്തൽ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ തീ പാറിയ ആത്മീയ അനുഭവം ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ പ്രിയമുള്ളവരെ, അതിൻ്റെ പേരാണ് അഭിഷേകം. നിനക്ക് സൗന്ദര്യമില്ലെങ്കിലും, നിനക്ക് വിദ്യാഭ്യാസമില്ലെങ്കിലും, നിന്നെ ലോകത്തിൽ ആരും അറിയത്തില്ലെങ്കിലും, നിന്റെ ബാങ്കിൽ ഒരു പൈസ പോലും ഇല്ലെങ്കിലും, നിനക്ക് നല്ല അഡ്രസ് ഇല്ലെങ്കിലും, നല്ല പ്രാർത്ഥനാ ജീവിതവും വിശുദ്ധ ജീവിതവും അഭിഷേകവും നിന്റെ ജീവിതത്തിലുണ്ടെങ്കിൽ ലോകത്തിലെ ഒരു ശക്തിക്കും നിന്നെ തൊടാൻ കഴിയത്തില്ലെന്ന് ഇന്ന് രാത്രി തിരിച്ചറിയുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. കരങ്ങൾ അടിച്ച് ശക്തമായ ദൈവത്തെ സ്തോത്രം ചെയ്താട്ടെ. എല്ലാവരും അല്പസമയം ദൈവത്തെ സ്തോത്രം ചെയ്താട്ടെ. ഇന്ന് രാത്രി ദൈവത്തിന്റെ വലിയ അഭിഷേക ശക്തി ഇവിടെ പകരുകയാണ്. വളരെ ദൂരെ മാറി കുറച്ച് മുട്ടുസൂചിയും കുറച്ച് ആണിയും കുറച്ച് ഇരുമ്പ് പൊടിയും ഇട്ടിട്ട് ഹൈ പവറുള്ള മാഗ്നറ്റ് ഇവിടെ നിന്ന് ഞാൻ അനക്കിക്കൊണ്ടിരുന്നാൽ അവിടെ ഇരിക്കുന്ന മുട്ടുസൂചിയും ആണിയും അനങ്ങും. തീപ്പെട്ടിക്കൊല്ലിയോ മണൽത്തരിയോ അനങ്ങത്തില്ല. ആണിയും ഈ കാന്തവുമായ അട്രാക്ഷൻ ഇവിടെ അനക്കുമ്പോൾ അവിടെ അനങ്ങും. ഇതുപോലെ നിന്നിലും എന്നിലും അഭിഷേകത്തിന് വ്യാപാര ശക്തി ഉണ്ടെങ്കിൽ നീ എവിടെ ഇരുന്നാലും രക്തം ജയമെടുക്കട്ടെ. നീ പുറകിലിരുന്നാലും, നീ വീടിന്റെ അകത്തിരുന്നാലും രക്തത്താൽ ജയം. ഓഫീസിലിരുന്നാലും സഭയ്ക്കകത്തിരുന്നാലും നിന്റെ മേൽ വ്യാപരിക്കുന്ന അഭിഷേകത്തിന്റെ ശക്തിയിൽ ഏത് അന്ധകാര വ്യാപാരങ്ങളെയും അഴിക്കാനുള്ള അധികാരം ദൈവം തന്നിട്ടുണ്ട്. എല്ലാവരും കൈകളിൽ ദൈവത്തെ സൂചിച്ചാട്ടെ. കോട്ടയം പട്ടണത്തിലൂടെ 10-20 വർഷത്തിന് മുമ്പ് ഒരു അമ്മച്ചി ചട്ടയം കൊണ്ടുപോയിട്ട് ബൈബിളും പിടിച്ചുകൊണ്ട് പോവുകയായിരുന്നു. റോഡിന്റെ മൂലക്ക് ആൾക്കൂട്ടം. അമ്മച്ചി എടുത്തു നോക്കി എന്താ നടക്കുന്നത്. നോക്കിയപ്പോൾ കൂട്ടിന്ന് തത്തയെ ഇറക്കി ഒരുത്തൻ ഭാവി പറയുക, കാർഡ് പൊക്കി ഭാവി പറയുക. അമ്മച്ചി ആദ്യമായിട്ട് കാണുക. അമ്മച്ചി അവിടെ നിന്ന് നോക്കി എന്താ പരിപാടി എന്നറിയാൻ. അമ്മച്ചി അവിടെ നിൽക്കുമ്പോൾ തത്ത അനങ്ങുന്നില്ല, കാർഡ് എടുക്കുന്നില്ല. തത്തക്കാരൻ ഈ തത്തക്കെട്ട് ആഞ്ഞടിച്ചു, തത്ത അനങ്ങുന്നില്ല. പിന്നെ അടിച്ചു, അനങ്ങുന്നില്ല. 3ാമത് അടിച്ചു, പിന്നെ അനങ്ങുന്നില്ല. ആ മനുഷ്യൻ കണ്ണു തുറന്ന് നോക്കിയപ്പോൾ ഈ അമ്മച്ചി ചട്ടയം മുണ്ടു കൊടുത്ത് കൈ ബൈബിളും പിടിച്ച് നിൽക്കുക. അമ്മച്ചിയോട് ആ മനുഷ്യൻ പറയാം, തള്ളയെ വിട്ടു കാണുമ്പോൾ എൻ്റെ കഞ്ഞും വിട്ടിക്കാതെ. ആ മനുഷ്യനൊരു കാര്യം മനസ്സിലായി. ഈ വിദ്യാഭ്യാസമില്ലാത്ത പാവം പിടിച്ച തള്ളയുടെ മേൽ വ്യാപരിക്കുന്ന ഒരു അഭിഷേകമുണ്ടെന്ന്. എല്ലാം പിടി കിട്ടിയോ ഇന്ന് രാത്രി? ആ പുറകിരിക്കുന്നവർക്ക് പിടി കിട്ടിയോ? ദേവദാസന്മാരെ പിടി കിട്ടിയോ? നമ്മൾ കൈവച്ച രോഗികൾ സൗഖ്യമാകും. നമ്മൾ കയറുന്ന ഭവനങ്ങൾ അവകാശമാകും.
പെന്തക്കോസ്തിൽ വന്നിട്ട് നീ വാ തുറക്കാതിരുന്നാൽ നീ അനുഗ്രഹിക്കപ്പെടത്തില്ല. പെന്തക്കോസ്തിൽ വന്ന് നീ കൈ അടിക്കാതിരുന്നാൽ നീ അനുഗ്രഹിക്കപ്പെടത്തില്ല. അല്ല, നീ ബദറിപ്പോയാൽ നിനക്ക് അവാർഡ് കിട്ടും. എന്നാൽ പെന്തക്കോസ്തിൽ വന്നാൽ നീ കൈ അടിച്ച് ദൈവത്തെ ആത്മാവിൽ ആരാധിക്കണം. കർത്താവിന്റെ ദാസന്മാരെ നമ്മൾ കൈകളടിച്ച് ദൈവത്തെ ആരാധിക്കണം. വിശ്വാസികളെ ആരാധിപ്പിക്കുക മാത്രമല്ല, നമ്മൾ കൈകളിച്ച് ദൈവത്തെ ആരാധിക്കണം. അങ്ങനെ ആരാധിക്കുക കൃപയുടെ വ്യാപാരം ഉണ്ടാകും. അപ്പോസ്തലന്മാർ നടന്നു പോയപ്പോൾ നിഴൽ തട്ടി രോഗികൾ സൗഖ്യമായെങ്കിൽ, അവർ റൂമാലിട്ടപ്പോൾ സൗഖ്യമായെങ്കിൽ, ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ പറയുന്നു, നീ തൊട്ടാരോഗ്യ സൗഖ്യമാകും. ഇന്ന് പലർക്കും കൈവച്ച് പ്രാർത്ഥിക്കാൻ പേടിയാ. എന്നാന്നറിയാമോ? സൗഖ്യമായില്ല എന്നോടുക്കും നാണങ്കാടല്ലേ. നീ 100 പ്രാവശ്യം പ്രാർത്ഥിച്ച് സൗഖ്യമായില്ലെങ്കിലും നീ പേടിക്കണ്ട. 101ാമത്തെ പ്രാവശ്യം സൗഖ്യമാക്കാൻ എൻ്റെ ദൈവശക്തനായ ദൈവമാണ്. കഴിഞ്ഞ ആഴ്ച ഞങ്ങളുടെ സഭയിൽ കാൻസർ എന്ന് പറഞ്ഞ് കുറിച്ചുവിട്ടൊരു കേസ് ഒറ്റ പ്രാർത്ഥന ദൈവം സൗഖ്യമാക്കി. ഇന്ന് രാത്രി നീ അവിടെ ഇരിക്കുന്ന സന്ദർഭത്തിൽ നിന്റെ മേൽ വ്യാപരിക്കുന്ന അഭിഷേക ശക്തിക്ക് വേണ്ടി നീ ആത്മാവൊന്ന് ആരാധിച്ച് പ്രാർത്ഥിച്ച്, സ്പെഷ്യൽ പ്രവാചകന്മാർ വരണ്ട, ന്യൂ ജനറേഷനിൽ പോകണ്ട, ഉന്തി ഇടണ്ട, തെള്ളി ഇടണ്ട, കുഴപ്പിക്കണ്ട, ചിരിപ്പിക്കണ്ട. നീ ഒരുമിച്ച് കൈയടിച്ച് ആത്മാവിൽ ആരാധിക്കേ. നിന്റെ മേലെ പകർന്ന അഭിഷേകത്തെ ശക്തി എല്ലാ ദിവസവും ദൈവത്തെ സ്തുതിച്ചാട്ടെ. എന്റെ സമയം എടുത്തിരിക്കുക, കൈകളടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ടെ. നിന്റെ മേലും എന്റെ മേലും വ്യാപരിക്കുന്ന അഭിഷേക ശക്തി ഇന്ന് രാത്രി നിന്റെ മേൽ വ്യാപരിക്കട്ടെ. ഞാൻ നിർത്താൻ പോകുക. നിങ്ങളോട് പ്രസംഗിക്കുന്ന ഞാൻ ഒരു പോളിയോ രോഗബാധിതനായിരുന്നു. എൻ്റെ മാതാപിതാക്കൾ 2 പെൺമക്കൾ ശേഷമായി ഒരു ആൺമകനെ ഞാൻ ജനിച്ചു. 30 ദിവസമായി പോളിയോ രോഗം ബാധിച്ചു. തോട്ടഭാഗ ഹോസ്പിറ്റലിൽ തന്നെ ഉപേക്ഷിച്ചു. എൻ്റെ അപ്പനും അമ്മയും എന്നെ എടുത്തുകൊണ്ട് ഓടി വീട്ടിലേക്ക്. എൻ്റെ പിതാവ് പറഞ്ഞു, മിക്കവാറും മരിച്ചു കഴിഞ്ഞു, അടക്കാൻ കുഴിവെട്ടാൻ ആളെ വിളിച്ചോളാൻ പറഞ്ഞു. അനേക ദൈവങ്ങൾ എനിക്ക് വേണ്ടി കണ്ണീരോടെ പ്രാർത്ഥിച്ചു. എൻ്റെ ദൈവം പ്രാർത്ഥന കേട്ട് എൻ്റെ ജീവനെ മടക്കി തന്നു. ഇന്ന് രാത്രി വചനമായി നിൽക്കുവാൻ അവൻ എനിക്ക് നൽകിയ ബലത്തിനായി ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. പ്രിയമുള്ളവരെ, 6 വയസ്സ് വരെ നടക്കത്തില്ലായിരുന്നു. 2 കാലുകളും ഒടിഞ്ഞു മടങ്ങിയിരുന്നു. ഒരു മുറിയിൽ നിന്ന് അടുത്ത മുറിയൊക്കെ എടുത്തുകൊണ്ടാണ് പോയിക്കൊണ്ടിരുന്നത്. വീൽചെയറിൽ പോകേണ്ട എന്നെ എൻ്റെ കർത്താവ് പ്രാർത്ഥനയാൽ സൗഖ്യമാക്കി. പൗരുഷൻ TV ചാനൽ കാണാക്കാഴ്ച പ്രോഗ്രാം ഞാൻ ചെയ്യാറുണ്ട്. അമ്മയെ രോഗികളിലേക്ക് കിടക്കുന്ന അടുക്കൽ ചെല്ലുമ്പോൾ അവരെ കാണുമ്പോൾ ഞാൻ പറയാറുണ്ട്, നിങ്ങളെ പോലെ വീൽചെയർ കിടക്കേണ്ട എന്നെ, നടക്കാൻ കഴിയാത്ത എന്നെ നിങ്ങളെ വീട്ടിൽ വന്ന് പ്രാർത്ഥിക്കാൻ ദൈവം എനിക്ക് ബലം നൽകിയെങ്കിൽ നിങ്ങളെ സൗഖ്യമാക്കാൻ ദൈവശക്തനായ ദൈവമാണ്. ഇന്ന് രാത്രി കുമ്പനാട് കൺവെൻഷന്റെ ഗ്രൗണ്ടിൽ യേശുവിന്റെ നാമത്തിൽ പറയുന്നു, അത്ഭുത രോഗശാന്തി ദൈവം ചെയ്യുകയാണ്. നീ ഏതും മാർഗ രോഗവുമായി വന്നാലും നിന്നെ സൗഖ്യമാക്കാൻ കഴിയുന്ന യേശുവിനെ സൗഖ്യമാക്കുന്ന വ്യാപാര ശക്തി ഇന്ന് രാത്രി വ്യാപരിക്കുകയാണ്. കരങ്ങളടിച്ച് സ്തോത്രം പറഞ്ഞാട്ടെ. താങ്ക് യു. നമ്മുടെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. ഈ പ്രാരംഭ രാത്രി തന്നെ രോഗശാന്തി നടക്കാൻ പോകുകയാണ്. പ്രസംഗിക്കാൻ വരികയാണ്. വിശ്വസിക്കുക, ദൈവത്തിന് വേണ്ടി താഴ്ത്തി ഏൽപ്പിക്കുക, ക്രൂശിന്റെ മാർഗത്തിൽ തന്റെ ഇടമായി പോകുക, നിന്റെ മേലുള്ള അഭിഷേകം വ്യാപരിപ്പിക്കുക, പ്രാർത്ഥിക്കുക. ദൈവം നമ്മളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലസ് യു.